നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന അബിയെ എടുത്തിട്ട് പൊരിക്കുവാണ് ദേവേനയും നയനയും കൂടെ കൂടിയിട്ട്. കാരണം അവർക്ക് ദേഷ്യം. നബി പോയി പരസ്യത്തിന് എഗ്രിമെന്റ് കൊടുത്തിട്ട് വന്നല്ലോ, അപ്പൊ ആ ഒരു ദേഷ്യം കയ്യിലുണ്ടായിരുന്നു. അപ്പൊ അതോടൊപ്പം തന്നെ നവ്യയുടെ നാക്ക്, കാരണം നവ്യക്ക് ഒരു ലൈസൻസും ഇല്ലാതെയാണ് നവ്യ സംസാരിച്ചോണ്ടിരിക്കുന്നത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ദേവയാനിക്ക് സഹിക്കോ? ദേവയാനി പറഞ്ഞു, ഇനി മുതല് ഇവൻ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വരും, അത് വെച്ച് പാകം ചെയ്ത് കണ്ട ആള് ഇവന്റെ അമ്മയാന്ന് പറയാണ്. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോ നവ്യക്ക് ഭയങ്കര ദേഷ്യമായി. നവ്യ ചോദിച്ചു, എന്തിനാടാ ഇങ്ങനെ ജീവിക്കുന്നേ? ഇതിനേക്കാളും ഭേദം നീ ഒന്നും ജീവിക്കാതിരിക്കുന്ന. ഇങ്ങനെ പുറത്തുപോയി സാധനങ്ങളൊക്കെ മേടിക്കണ സമയത്ത് നമ്മുടെ മോനെയും കൊണ്ട് നീ ഒന്ന് ചുറ്റിയടിക്കാൻ പോവാണെങ്കിൽ എനിക്ക് എത്ര സന്തോഷമാവും അറിയാവോ? അതിന് പകരം സാധനവും മേടിച്ച് അടിമജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു നാണമില്ലാത്തവൻ. അതും പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും അബി പറഞ്ഞു, അമ്മായി എന്നെ നാറ്റിക്കരുതെന്ന് പറയണം. പിന്നെ നിന്നെ നാറ്റിക്കരുത് പോലും. എടാ, സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ അറിയത്തില്ലാത്തതുകൊണ്ടൊന്നും അല്ല. പക്ഷേങ്കിലേ ഇത് ഇവളുടെ ചേച്ചിയുടെ ജീവിതം തകരണ്ടല്ലോ എന്ന് കരുതി മാത്രമാ ഞങ്ങൾ മിണ്ടാതിരിക്കുന്നെ. അല്ലെങ്കിൽ ഉണ്ടല്ലോ, പണ്ട് നിന്റെ ജീവിതം തകർന്ന് തരിപ്പണമായി പോയനം. നീ നാണം കിട്ടു പോയനം. നിന്റെ ഭാര്യയെ നിനക്ക് അടക്കി നിർത്താൻ പറ്റില്ലല്ലേ? ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഞങ്ങള് സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് ഒരു പരിധി ഉണ്ടാ എന്ന് പറഞ്ഞു. അബിയുടെ വായിക്കകത്ത് നാക്കില്ല. ഒടുവിൽ അബിയോട് പറഞ്ഞു, കൊണ്ടേ വെക്കട അടുക്കള സാധനങ്ങള് എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ദേവേനയും നയനയും കൂടെ അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് സാധനങ്ങളൊക്കെ ആയിട്ട് അബി അടുക്കളയിലേക്ക് വന്നു. ആ സമയം ജലജ അടുക്കള തിരക്കിട്ട പണിയിലാണ്. അമ്മ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ കേട്ടില്ലേ? പിന്നെ എന്റെ ചെവി പൊട്ടയൊന്നും അല്ലെന്ന് പറഞ്ഞു. അമ്മേ, ഞാൻ എന്ത് ചെയ്യാനാ അനുഭവിക്കടാ, നീ നന്നായിട്ട് അങ്ങോട്ട് അനുഭവിക്കുക. അമ്മേ, ഇനിയിപ്പം ഇതിന്റെ ബാക്കിയായിരിക്കും മുറി ചെന്നുമ്പം അവളുടെ മുന്നിലേക്ക് ഞാൻ എങ്ങനെ ചെല്ലും? ചെല്ലടാ, ചെന്ന് വാങ്ങിക്കാൻ പറയാണ്. നീ കാരണം ഇപ്പൊ ഞാനും കൂടെ അനുഭവിച്ചോണ്ടിരിക്കുക. നിനക്ക് കുറച്ച് കുഴമ്പൂടെ വാങ്ങിച്ചോണ്ട് വരായിരുന്നല്ലോ. ജോലിയൊക്കെ ചെയ്ത് ഇവിടെ എന്റെ നടുവൊടിഞ്ഞു, കയ്യും കാലും ഒന്നും അനക്കാൻ പോലും മേല. ഇപ്പൊ നിന്റെ പെങ്ങളും വന്നിട്ടുണ്ട്, അവളും അവരോടൊപ്പം നിൽക്കുന്നെ. എനിക്ക് ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുവാന്ന് പറഞ്ഞു. ഇനിയിപ്പൊ നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എപ്പോഴാണെങ്കിലും മുറിയിലേക്ക് പോണല്ലോ, ചെല്ലാനൊക്കെ പറയണം. അങ്ങനെ അബി ആകെപ്പാടെ വെപ്രാളപ്പെട്ടാണ് മുറിയിലേക്ക് ചെല്ലുന്നത്. നവ്യ എന്താ പറയണെന്ന് അറിയില്ലല്ലോ. ഈ സമയത്ത് നവ്യ അങ്ങോട്ട് വന്നിടിച്ചു, നീ എന്താടാ എന്നോട് പറഞ്ഞേ? നിന്റെ അമ്മ പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നാണ്. എന്നിട്ടോ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതായിരുന്നല്ലോ അല്ലേ നീ? എന്തിനാടാ എന്നോട് ഇങ്ങനെ കള്ളത്തരം പറയണേ? അത് പിന്നെ നവ്യെ, വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട. എടാ, നീ എന്തിനാടാ ഇവിടെ ഇങ്ങനെ അടിമപ്പണി ചെയ്തോണ്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാത്ത കാര്യോ. ഇന്നേറെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു എനിക്ക്, നിനക്കറിയാലോ. എഗ്രിമെന്റ് സൈൻ ചെയ്ത് ഭയങ്കര സന്തോഷത്തോടുകൂടി അഡ്വാൻസ് വാങ്ങിച്ചുകൊണ്ട് ഞാൻ വന്നേ. ആ സമയത്താണ് നീ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. നിനക്കറിയാലോ, ഞാനൊന്ന് വിചാരിക്കുവാണെങ്കിൽ നിനക്ക് ഏൻ ജ്വല്ലറിയിൽ ഉറപ്പായിട്ടൊരു ജോലി വാങ്ങി തരാനായിട്ട് പറ്റും. അത് ഇച്ചിരി സാവകാശം മേടിച്ചു തരാന്ന് ഓർത്തിരിക്കുമായിരുന്നു. അപ്പൊ നീ എന്തിനാടാ ഇവിടെ കിടന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്നേ? ഇനി ഇപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പം ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമായിരിക്കും. വീട്ടിലെ കാർന്നോര് അങ്ങനെ ഇറക്കി വിട്ടാലും നമുക്ക് അന്തസ്സോടെ പോയി ജീവിക്കാടാ. നീ ഇങ്ങനെ പേടിച്ച് ഇവരുടെ മുന്നിൽ തല ഒണിച്ചിരിക്കേണ്ട കാര്യമില്ല. അബി പറഞ്ഞു, സംഭവിക്കാനുള്ള സംഭവിച്ചു പോയില്ലേ? എന്ത് സംഭവിച്ചു പോയെന്ന്? എടാ, ഇപ്പൊ ഈ വീട്ടിലുള്ളവരൊക്കെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. നിന്റെ മുത്തശ്ശനും നിന്റെ ഏട്ടനും ഒക്കെ. എന്തുകൊണ്ടാ? ഇപ്പൊ ഈ പറയുന്ന ഏൻ ജ്വല്ലറിക്കാര് 2 ജില്ലകളും കൂടെ അന്റെ ജ്വല്ലറി ഓപ്പൺ ചെയ്യാൻ പോവാ. തകർന്നുകൊണ്ടിരിക്കുക ഈ വീട്ടിലുള്ളവര്. എടാ, അധികം വൈകാൻ നിനക്ക് ആ സന്തോഷ വാർത്ത കേൾക്കാൻ പറ്റും. ഈ പറയുന്ന ആദർശൊക്കെ തകർന്നു പോയെന്ന്. തകരണോടാ, അയാള് തകരണം. അയാൾ അത്ര വലിയ തെറ്റാ ചെയ്തേ. അങ്ങനെയുള്ള സമയത്ത് അയാൾ ഇനി ഒരിക്കലും നല്ല രീതിയിൽ ഉയർന്നു വരില്ല. അത് അധികം വൈകാതെ തന്നെ സംഭവിക്കും. അത് കണ്ട് നമുക്ക് ചിരിക്കാന്ന് പറയണം. ഇതൊക്കെ ഇട്ടിഞ്ഞപ്പം അബി പറഞ്ഞു, പോട്ടെ നവിയെ. എന്ത് പോട്ടേന്ന് എനിക്ക് മനസ്സിലാത്ത കാര്യം. നീ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വരുന്നു, നിന്റെ അമ്മ അതൊക്കെ വെച്ചുണ്ടാക്കുന്നു. നിങ്ങളൊക്കെ ഇത്രമാത്രം പാവങ്ങളായി പോയല്ലോടാ. എന്നാൽ ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. അബി പറഞ്ഞു, നമുക്ക് എന്താണെങ്കിലും സമാധാനത്തോടെ തീരുമാനിക്കാം. എടുത്തുചാട്ടം ഒന്നിനൊരു പരിഹാരം ആവത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ അബിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അബിയുടെ കാര്യം ഗോവിന്ദയാന്ന് അബിക്ക് നന്നായിട്ടറിയാം. അതേസമയം ആദർശിന്റെ അടുത്തേക്ക് ജയം വന്നു. ജയം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് പറഞ്ഞു, എന്താ അച്ഛാ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ നവിയെ പോലും വിലക്കെടുത്തു കഴിഞ്ഞു. ഒരു പരസ്യ മോഡലിനും കൊടുക്കാത്തത്ര എമൗണ്ട് ഒക്കെ കൊടുത്തിട്ടാണ് 2 വർഷത്തേക്ക് നവ്യയായിട്ട് എഗ്രിമെന്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകത്തെ. ജയം പറഞ്ഞു, അത് ശരിയാ, അവരിങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഇതിന്റെ പിന്നിലൊരു വ്യക്തമായ ലക്ഷ്യം കാണണം. അത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അതെനിക്കും തോന്നുന്നുണ്ട് അച്ഛാ.
എന്തിനു വേണ്ടി അവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അല്ല, ഇതിന്റെ പിന്നിൽ അബിക്ക് കൈകളുണ്ടോ? ആദർശ് പറഞ്ഞു, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ കുടുംബത്തിലെ അവൻ നമ്മുടെ കുടുംബത്തിനെതിരാണല്ലോ. അങ്ങനെ ആകുമ്പോ പിന്നെ ഓപ്പോസിറ്റ് ജൂവലർക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് കുതന്ത്രം പ്രയോഗിക്കാനായിട്ട് അവനെ വിളിച്ചിട്ടുണ്ട് അവൻ ചെല്ലും. ചിലപ്പം എന്തേലുമൊക്കെ അവിടെ കൂടി അവൻ ചെയ്യുന്നുണ്ടോ എന്ന് പോലും പറയാൻ പറ്റില്ല. അത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, എനിക്കും അതില്ലാതില്ല, അറിയത്തില്ലാതില്ല എന്ന് പറയണ. കാരണം അവൻ അങ്ങനെയൊക്കെ ചിലപ്പോ ചെയ്തെന്ന് വരാം. അവന്റെ സ്വഭാവം വെച്ച അവൻ അങ്ങനെയൊക്കെ ചെയ്യും. ആ സമയം ജയൻ പറഞ്ഞു, ഇപ്പോഴുണ്ടല്ലോ, നിനക്കറിയാലോ, നമ്മൾ തകർച്ചയുടെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിന്റെ കാര്യം തന്നെ എടുത്തു നോക്കിയേ. നീ ചന്തുമോളുടെ അച്ഛനാന്ന് പലരും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. സത്യാവസ്ഥ അതല്ലെങ്കിൽ പോലും പലരും അതങ്ങനെയൊക്കെ പറയുന്നുണ്ട്. മൂർത്തി ജ്വല്ലറിക്ക് കയറി വരുന്ന ആൾക്കാരില് കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പൊ നെറ്റി തുളിക്കുന്നുണ്ട്. കാരണം പണിക്കൂലി ഇല്ലാതെയല്ലേ ഇപ്പൊ ഏൻ ജ്വല്ലറിക്കാര് സ്വർണം കൊടുക്കുന്നേ. അപ്പം കൂടുതൽ ആൾക്കാർ ഇപ്പൊ അങ്ങോട്ടേക്കാ പോകുന്നേ. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് മനസ്സിലാകാത്തെ. നമ്മളെ മനഃപൂർവ്വം തകർക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അവരിങ്ങനെയൊന്നും ചെയ്യത്തില്ലോ. അവരുടെ പിന്നിൽ എന്തൊക്കെയോ ഒരു കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, അതെ, ആ കാരണങ്ങൾ എന്താന്ന് കണ്ടെത്തിയാൽ മാത്രമേ നമുക്കിവിടെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയണം. നിനക്കറിയാലോ, ഒരു പക്ഷേങ്കില് നിന്റെ സ്ഥാനത്ത് ഇപ്പൊ അച്ഛനായിരുന്നെങ്കിൽ MD സ്ഥാനം രാജിവെച്ച് ഇറങ്ങിയേനും. കാരണം അച്ഛന് കമ്പനി തകർച്ചയിലേക്ക് എത്തുമ്പോൾ അച്ഛന് സ്വയം തോന്നും തനിക്കിനി ഇവിടെ ഇരിക്കാനായിട്ട് യോഗ്യതയില്ലെന്ന്. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, ഇതൊക്കെ എനിക്കറിയാം അച്ഛാ. ഇപ്പം മുത്തശ്ശന് വഴക്ക് പറയുന്നില്ല, അല്ലെങ്കിൽ നേരിട്ടൊന്നും പറയുന്നില്ലെന്നുള്ളൂ. മുത്തശ്ശന്റെ മനസ്സിലെല്ലാം കാണുമായിരിക്കും. അപ്പോഴേക്കും ജയൻ പറഞ്ഞു, അതെ, ഇവിടെ നിന്ന് കര പിടിച്ചു വരണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മളെല്ലാവരും പ്രവർത്തിക്കണം. ഇപ്പം ഞാനും അജയനും ആണെങ്കിൽ തന്നെ ശരി, നമ്മുടെ ജ്വല്ലറിയെ നോക്കി കാണുന്നേക്കാളും കൂടുതലായിട്ട് ഇപ്പൊ നോക്കുന്ന ഏൻ ജ്വല്ലറിയിലേക്കാ. അവരെന്താ ചെയ്യുന്നതെന്നാ. കാരണം അവർക്കിപ്പൊ അങ്ങനെ ഒരു വളർച്ചയല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കണേ. നമ്മൾ എന്തേലും ചെയ്തില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകുന്നു പറഞ്ഞു. അത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം അച്ഛാ. ഞാനും അതിനു വേണ്ടിയിട്ടാ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ. ആദ്യം അവരെന്തുകൊണ്ടാണ് നവ്യെ ഇത്ര വില കൊടുത്ത് ഈ 2 വർഷത്തെ എഗ്രിമെന്റ് വെപ്പിച്ച് എന്നൊക്കെ അറിയണം. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ജയനോട് പറഞ്ഞു. ആ സമയത്ത് അവധിക നാഗേന്ദ്രനെ കാണാനായിട്ട് ചെന്നു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നാഗേന്ദ്രൻ പറഞ്ഞു, അല്ല, നവ്യക്ക് ഏൻ ജ്വല്ലറി പരസ്യത്തിലെ മോഡലായിട്ട് അഭിനയിക്കാൻ 2 വർഷത്തെ എഗ്രിമെന്റ് വെച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അത് അവിടെ എല്ലാവർക്കും ഷോക്കായോ മോളെ? പിന്നെ ആയോന്നോ? വലിയൊരു ഷോക്ക് തന്നെയാ. ഞാൻ നവ്യടുത്ത് എതിർത്താ നിൽക്കുന്നതെന്ന് പറയണം. അതങ്ങനെ തന്നെ വേണം, മോൾ അങ്ങനെ തന്നെ ചെയ്യണോന്ന് പറഞ്ഞു. എങ്ങനെയാ? അങ്ങനെയാണെങ്കിലല്ലേ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. എന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതാ ഈ പറയുന്ന മൂർത്തി. പക്ഷെ അന്ന് നിന്റെ അമ്മ എന്റെ കൂടെ ഇറങ്ങി വന്നില്ല. കാരണം എന്താണെന്നറിയാവോ? ഞാനൊന്നും അല്ലാത്ത പാപ്പരാശിയാണല്ലോ. അവളെപ്പോഴും അവളുടെ നിലനിൽപ്പ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവൾ എന്റെ കൂടെ ഇറങ്ങി വരാത്തെ. അതാ ഞാൻ മോളോട് പറഞ്ഞ് തൽക്കാലത്തേക്ക് മോളുടെ അമ്മയും ഹബിയൊന്നും ഞാനിവിടെ എത്തിയിട്ടുണ്ട്, ഞാനാണ് ഏൻ ജ്വല്ലറിയുടെ ആളെന്നുള്ള കാര്യങ്ങളൊന്നും അറിയണ്ടെന്ന് പറഞ്ഞത്. അത് കേട്ടപ്പോ അവധി പറഞ്ഞു, ശരിയച്ചാന്ന് പറയണം. പിന്നെ അറിയാലോ, ഈ പറയുന്ന മൂർത്തി അത്ര നിസാരക്കാരനൊന്നുമല്ല. അത് കേട്ടതും അവധി പറഞ്ഞു, അതെനിക്കറിയാം. മുത്തശ്ശന് അസാമാന്യ കഴിവുണ്ടല്ലേ? പിന്നെ ഇല്ലാതെയോ? കഴിവില്ലാതെ ഒരിക്കലും ആദർശനെ അവിടെ ജയിലിൽ പോകാതെ ഇറക്കിക്കൊണ്ട് വരത്തില്ലല്ലോ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. പക്ഷെ അയാൾ സ്ട്രേറ്റ് ഫോർവേഡാണ്. നേരെ വാ നേരെ പോ എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ്. അയാൾ അങ്ങനെയോ ചിന്തിക്കുള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാവെന്ന് പറഞ്ഞു. ഇത് കേട്ടതും അവന്തിക പറഞ്ഞു, അല്ല, അപ്പൊ പിന്നെ നമ്മളെ മുന്നോട്ടുള്ള പോക്കൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ പോകുന്നുണ്ട് മോളെ. അല്ല, മുത്തശ്ശന് ഒരു അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ. മുത്തശ്ശന് അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മുത്തശ്ശന് അധികം അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയണം. ആര് പറഞ്ഞു? അങ്ങേരുടെ അസുഖമൊക്കെ കുറഞ്ഞതാന്ന് പറയണം. കുറഞ്ഞതോ? അതൊക്കെ കൃത്യസമയത്ത് ഞാൻ അറിയുന്നുണ്ട് മോളെ. അവിടെ നടക്കുന്ന ഓരോരോ സംഭവങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ആദർശാണ് ഇപ്പൊ മൂസ്തി ജ്വല്ലറിയുടെ നട്ടല്. അവനെ തകർക്കണമെന്ന് പറയണം. ആ നട്ടലാണ് ആദ്യം തകർക്കേണ്ടത്. എന്റെ 2 കണ്ണുകൾ അവന്റെ പിന്നാലെ തന്നെയുണ്ട്. അവൻ പോലും അറിയാതെ ഉണ്ടെന്ന് പറയണം. പിന്നെ ഞാൻ പറയുന്നോളെയൊക്കെ മോളം കൂടെ അനുസരിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ നിലയിലേക്ക് വന്നോളും. ആനന്ദമൂർത്തിക്ക് അറിയാം ഇപ്പം പഴയതുപോലെ ഒന്നും അല്ല കാര്യങ്ങളെന്ന്. കാരണം നമ്മൾ ബിസിനസ് പരമായിട്ട് ഉള്ള ആ ഒരു തകർക്കലല്ല ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ അങ്ങനെ തകർക്കാനല്ല ശ്രമിച്ചുകൊണ്ടിരിക്കണേന്ന്. കാരണം അയാൾ ബുദ്ധിമാനാണല്ലോ. അപ്പൊ അയാളൊക്കെ അത് പണ്ടേ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഒരു എതിരാളിയല്ല ഏൻ ജ്വല്ലറിക്കാരെന്ന്. അതുകൊണ്ട്
അയാൾ അതൊക്കെ നോക്കിയും കണ്ടു പ്രവർത്തിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവന്തികയ്ക്ക് വേണ്ടുന്ന ക്ലാസ്സും കാര്യങ്ങളൊക്കെ നാഗേന്ദ്രൻ കൊടുക്കുകയാണ്. ഈ സമയം അനി ആകെപ്പാടെ ടെൻഷനായിട്ടിരിക്കുന്ന സമയത്താണ് നവീന്റെ കോൾ വരുന്നത്. ഇവൻ എന്തിനാ ഈ സമയത്ത് വിളിക്കുന്നത്? എടുക്കാതിരുന്നാലും പ്രശ്നമോ, വീണ്ടും വിളിച്ചോണ്ടിരിക്കും. അങ്ങനെ അനി ഒടുവിൽ കോൾ എടുത്തു. അപ്പോഴേക്കും നവീൻ ചോദിച്ചു, എന്തായടാ കാര്യങ്ങളൊക്കെ? എന്ത് ഇത്ര പെട്ടെന്ന് നീ മറന്നുപോയോ? എടാ, ഞാൻ നന്ദുവിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞ. എടാ, അതെനിക്ക് പറ്റിയിരുന്നോ ഇത്ര ദിവസമായിട്ടോ? എടാ, ഞാൻ അതിനേക്കാളും വലിയ ടെൻഷനാ, നിനക്കറിയാലോ. ഇപ്പൊ മൂർത്തി ജ്വല്ലറി ഒരു ചെറിയ തകർച്ചയുടെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതൊക്കെ എനിക്കറിയാടാ. കാരണം മൂർത്തീസ് ഓഫ് കമ്പനീസിന്റെ കുറച്ച് ഷെയർസും കാര്യങ്ങളും ഞാനും വാങ്ങിയിട്ടുണ്ടല്ലോ. ഒരു 10,000 ഷെയർസ് എനിക്കുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് അറിയാന്ന് പറയണ. എടാ, അപ്പൊ അതിനകത്തുനിന്ന് എങ്ങനെ കരകയറുന്നറിയാതെ ഞങ്ങൾ എല്ലാരും ഭയങ്കര ടെൻഷനില്ല. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. എടാ, അതൊക്കെ ശരിയാവും. നീ എന്റെ കാര്യം കൂടെ ഒന്ന് ശരിയാക്കണം ഇതിന്റെ ഇടയ്ക്ക്. അപ്പോഴേക്കും അനി പറഞ്ഞു, ഞാൻ നോക്കടാ, സമയം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്യാം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കോള് കട്ട് ചെയ്യുന്നത്. അപ്പോഴേക്കും ജയൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പത്തേനും അനി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ജയൻ വന്നു കഴിഞ്ഞപ്പത്തേനും അനി എഴുന്നേറ്റ് അനിയോട് പറഞ്ഞു, എടാ, അറിയാലോ പണ്ടത്തെ പോലെ ഒന്നുമല്ല, കൂടുതൽ ശ്രദ്ധ കൊടുക്കണം നീ കമ്പനി കാര്യങ്ങളില്. നിന്റെ ഏട്ടൻ ആദർശാണെങ്കിലോ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയിലെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണേ. കംപ്ലീറ്റ് ടെൻഷനാന്ന് പറയണം. അത് കേട്ടപ്പോ അനി പറഞ്ഞു, എനിക്കറിയാം അച്ഛാ, അല്ലെങ്കിൽ തന്നെ കമ്പനിയുടെ ഷെയർസും കാര്യങ്ങളൊക്കെ ഇടിഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. അതെ, അതാ പറഞ്ഞത്. നല്ല രീതിയിൽ നമ്മൾ പരിശ്രമിച്ചിട്ട് പോലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഇപ്പൊ ആ AN ജ്വല്ലറിക്കാരല്ലേ കളത്തിലിറങ്ങിയിരിക്കുന്നേ. അവരെന്തൊക്കെയോ കൽപ്പിച്ച മട്ടിലാണ് ഇറങ്ങുന്നേ. അത് കേട്ടപ്പം ഹനി പറഞ്ഞു, അതിനെ സഹായിക്കാനായിട്ട് ഈ കുടുംബത്തിലുള്ള ആൾക്കാരും ഉണ്ടല്ലോ. ജയൻ ചോദിച്ചു, അതെന്താടാ അങ്ങനെ പറഞ്ഞേ? അല്ല, AN ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് പരസ്യ മോഡലിൽ എഗ്രിമെന്റ് ചെയ്തിട്ടല്ല ഇവിടെ നവീകരിച്ച് വന്നിരിക്കുന്നത്. അതും 2 വർഷത്തേക്ക്. നമ്മളെ തകർക്കാനായിട്ട് അവര് ശ്രമിക്കുന്നില്ലേ അച്ഛാ? അജയൻ പറഞ്ഞു, അങ്ങനെയുള്ള ആ സമയത്ത് നമ്മൾ ആ തകർച്ചയുടെ വക്കിലേക്ക് കൊണ്ടുവരാതെ മുന്നോട്ട് കൊണ്ടുവരണം നമ്മുടെ ജ്വല്ലറിയും കുടുംബത്തെയും. അല്ലെ നമ്മുടെ കുടുംബം തകർന്നുകൂടാ. നിന്റെ മുത്തശ്ശനും ആകെപ്പാടെ തകർന്നിരിക്കുക. ഇതുപോലെ നിന്റെ മുത്തശ്ശനെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഇന്ന് വരെ നിന്റെ മുത്തശ്ശനിങ്ങൊന്നും ആയിരുന്നില്ല. തലയുയർത്തി പിടിച്ച് പ്രൗഢിയോടെ നടന്നിരുന്ന ആളാ, അറിയാലോ. അപ്പോഴേ ക്ഷീണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ നോക്കിയും കണ്ടും ഇനി അഹോരാത്രം പ്രയത്നിക്കേണ്ടതായിട്ട് വരും. ഒരു കാരണവശാലും പിന്നോട്ട് പോയി കൂടെന്ന് പറയണം. അത് കേട്ടപ്പോ അനി പറഞ്ഞു, എനിക്കറിയാം അച്ഛാ, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ അച്ഛനോട് പറഞ്ഞു. ഇതേ സമയത്ത് കഴുകിയ തുണികളൊക്കെ ഉണങ്ങാനായിട്ട് ഇടുവാണ് അബി. അപ്പോഴേക്കും ജലജ അങ്ങോട്ട് വന്നു. ഈ സമയത്ത് അബി പറഞ്ഞു, കണ്ടോ അമ്മേ, എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കണേന്ന് പറയണം. ഇനി കുറെ തുണി അവിടെ കൊണ്ട് വായിട്ടുണ്ട്, അത് അയൺ ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നേ. അത് കേട്ടപ്പോ ജലജ പറഞ്ഞു, എനിക്ക് തീരാത്ത പണിയുണ്ട് അടുക്കളയില്. എന്റെ അമ്മേ, എനിക്ക് തോന്നുന്നേ ഇനിയിപ്പൊ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്ത് കിടക്കണമെന്നാ. എവിടെയെങ്കിലും ഒരു 10 സെന്റ് സ്ഥലവും മേടിച്ചൊരു വീട് വെക്കണം, നല്ല കാര്യമാ. എടാ, അങ്ങനെ മേടിച്ചോണ്ടിരുന്നിട്ടേണ്ട കാര്യമുണ്ടോ? നിനക്ക് കിട്ടാനുള്ള ഷെയറൊക്കെ ഇവിടുന്ന് കിട്ടണ്ടേ? എന്റെ അമ്മേ, അതൊക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല. എടാ, നിന്റെ മോനുണ്ടല്ലോ, അതാ ഒരു പിടിവള്ളി എന്ന് പറയാണിപ്പം. ഓ, അത് ശരിയാ. അവന്റെ കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ, അവന്റെ കാര്യം ഞാൻ നോക്കിയോളാം. അപ്പൊ ചന്തുമോളോന്ന് ചോദിച്ചു. ചന്തുമോള് നിന്റെ കുഞ്ഞല്ലേ? അത് പിന്നെ അമ്മേ, എടാ, നീ അല്ലെന്ന് പറഞ്ഞാലും നിനക്ക് അത് തെളിയിക്കാൻ പറ്റുമോ? പ്രൂവ് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അവള് നിന്റെ കുഞ്ഞാന്നുള്ള കാര്യം നിനക്ക് നല്ല വ്യക്തമായിട്ടറിയാം. ഇന്നല്ലെങ്കിൽ നാളെ വേറൊരു വീട് വെച്ച് മാറി താമസിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അങ്ങോട്ടേക്ക് കയറി വരില്ലെന്ന് എന്താ ഉറപ്പിരിക്കുന്നത്? ഒരുറപ്പില്ലെന്ന് പറയണം. അപ്പോഴേക്കും അബി പറഞ്ഞു, അത് ശരിയാ. ഈ വീട്ടിലുള്ളവരൊക്കെ ഇപ്പൊ എന്നെ താർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇത്രയും ജോലികളൊക്കെ ചെയ്യിക്കുന്നത് ചിലപ്പോൾ ഞാൻ ചെയ്യാൻ മടി കാണിച്ചിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ നബിയോട് വിളിച്ചു പറയും. അത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാ. ഒരു കാരണവശാലും അവള് സത്യങ്ങൾ അറിയാൻ പാടില്ല. അത് കേട്ടതും ജലജ പറഞ്ഞു, ആഗ്രഹമുണ്ട്. നീ ഒറ്റയൊരുത്തം കാരണം ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, സത്യങ്ങളൊക്കെ അവരറിയുന്നോടം, നിന്റെ ഭാര്യ അറിയുന്നോടം വരെ എനിക്ക് ഈ കഷ്ടപ്പാടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കഷ്ടപ്പെടേണ്ട വരത്തില്ല. അപ്പോഴേക്കും അബി പറഞ്ഞു, അമ്മ എന്ത് വർത്താനം അമ്മ പറയണേ? ഇങ്ങനെയൊക്കെയാണോ പറയണേ? അപ്പൊ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എടാ, നീ നിന്നെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. നീ വലിയ ചതിയ എന്നോട് ചെയ്തിരിക്കുന്നേ. നീ ചെയ്ത ചതി കാരണം ഇപ്പൊ ഞാൻ ഈ കിടന്ന് അനുഭവിക്കേണ്ടി വരുന്നേ, അറിയാലോ. നിന്റെ ജോലികളൊക്കെ തീർന്നിയുമ്പോ നീ അടുക്കളയിലേക്ക് എന്നെ ഒന്ന് സഹായിക്കും. അബി പറഞ്ഞു, അമ്മേ, എനിക്ക് അങ്ങനെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? എങ്ങാനും നവ്യെ കണ്ടാലോ? ഇപ്പൊ തന്നെ കുറെ ഡ്രസ്സ് അവിടെ അയൺ ചെയ്യാൻ കൊണ്ടിട്ടുണ്ട്. അതിനകത്ത് അമ്മായിയുടെ സാരി വരെയുണ്ട്. അതെല്ലാം ഞാൻ അയൺ ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്യടാ, പോയി ചെയ്യ്. നീ അതുപോലത്തെ ചതിയല്ലേ എന്നോടും കൂടെ ചെയ്തു വെച്ചിരിക്കുന്നേ. നീ ചെയ്ത കാര്യങ്ങൾ കാരണം എനിക്കിപ്പോ ഒരു സ്വസ്ഥത സമാധാനം ഇല്ലാതിരിക്കുന്നേ. അതും പറഞ്ഞിട്ട് ജലജ അബിയെ കുറ്റപ്പെടുത്തുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.